വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്, നമ്മളിപ്പോൾ വീഡിയോ ഒന്നും ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓണാക്സമാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ നേരം പോലും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് പിന്നെ ഒരു കാര്യം, ദിൽഷയ്ക്കും ഞാൻ നിർബന്ധിച്ച് രണ്ടുപേരും ഒരു പൊട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഇഷ്ടമാണോ എന്നുള്ള കമന്റ് ചെയ്യണേ. എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ വലിയ പൊട്ട് വിടാൻ, ദിൽഷയ്ക്ക് ഇഷ്ടമില്ല. പിന്നെ അമ്മയുടെ കുടുംബത്തിൽ മാത്രം ഞങ്ങൾ തൊട്ടേക്കുന്നത് നല്ലതാണോ എന്ന് പറയണം കേട്ടോ. എനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചലഞ്ചിന്റെ പേര് വെച്ചാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച ചലഞ്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൂസ് ദ റൈറ്റ് ബോക്സ് ചലഞ്ചാണ്. അപ്പം ഇത് സത്യം പറയാലോ, ഞാനിത് കഴിഞ്ഞ ആഴ്ചകളാണ് ഉണ്ടാക്കി വെച്ച പെട്ടിയാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി. പിന്നെ ഓൺ എക്സാം ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ പഴയ ബുക്ക് കൊണ്ട് ഞാൻ 4 ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മ കുറച്ച് ലോട്ടൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് തന്നെ അതിവിടെ ഇരിപ്പുണ്ട്, കുറച്ച് ലോട്ടൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഇവിടെയും ഇത് ദിൽഷാന്നും കണ്ടല്ലേ, ദിൽഷാന്നും ദിൽജാന്നുള്ളൊരു പേര് എഴുതിയ ലോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ബോക്സ് ഞാനാട്ടോ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോക്സ് ഇങ്ങനെ നമ്മൾ കമത്തി വയ്ക്കും. എന്നിട്ട് അമ്മ ഈ ബോക്സിൽ 4, ഇതിനകത്ത് ഒരു ലോട്ട്, ഇതിനകത്ത് ഒരു ലോട്ട്, ഇതിനകത്ത് ഒരു ലോട്ട്, ഇതിനകത്ത് ഒരു ലോട്ട്, 4 ബോക്സിലും ഒരു ലോട്ട് വീതം വയ്ക്കും. ചിലപ്പോൾ പണിഷ്മെന്റ് ആയിരിക്കും, ചിലപ്പം പോയിന്റ് ആയിരിക്കും, ചിലപ്പം നല്ല നല്ല സാധനങ്ങളായിരിക്കും. ശരിക്കും നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പൊ ഇതിനകത്ത് ദിൽജാന്ന് വിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുലുക്കിയിട്ട് ഇപ്പം എല്ലാം എടുക്കണ്ട. ഇതിപ്പം ദിൽഷ എന്നുള്ള പേരാന്ന് വിചാരിച്ചോ. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ബോക്സ് സെലക്ട് ചെയ്യണം. പിന്നെ ഞാനാണ് ദിൽജയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതെടുത്തു, ദിൽജയ്ക്ക് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പം ദിൽജ ഇത് തുറന്നിട്ട്, ഞാൻ ലോട്ടില്ലല്ലോ അല്ലേ, ദിൽജ ഇത് തുറന്നിട്ട് ദിൽജയ്ക്ക് എന്നാണോ കിട്ടിയത്, ചിലപ്പോൾ പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ പണിഷ്മെന്റ് ആയിരിക്കും, ചിലപ്പോൾ നല്ല തിന്നാനുള്ള എന്തെങ്കിലും സാധനമായിരിക്കും. അത് ദിൽജ എന്തായാലും ചെയ്യണം. ചിലപ്പോൾ എനിക്ക്, ചിലപ്പോൾ പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ നല്ല സാധനങ്ങളായിരിക്കും. പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പോയിന്റ് നോക്കിയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പോയിന്റ് കിട്ടിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ, വിന്നർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് കണ്ണടച്ചിരിക്കാം. അമ്മേനകത്ത് ലോട്ട് വെക്കട്ടെ കേട്ടോ. പുറത്തിനിട്ട് അടിച്ചു. ഓക്കെ, അപ്പോൾ അമ്മ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ലോട്ടിടാം. ആരായിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ദിൽജ എടുത്തോ, ഒരെണ്ണം. ദിൽജ ഒരാളെടുത്തിട്ടുണ്ട്. ആരാ നമുക്ക് നോക്കാം. ദിൽഷാണ്. അപ്പൊ ഞാൻ ദിൽജയ്ക്ക് സെലക്ട് ചെയ്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി തന്നെ പണിഷ്മെന്റ് എടുക്കല്ലെന്ന് എന്റെ പ്രാർത്ഥനയുള്ളു. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഞാൻ കുഞ്ഞു ബോക്സ് എടുക്കുന്നു. ദിൽജയ്ക്ക് ഞാൻ ഏറ്റവും വലിയ ബോക്സ് കൊടുക്കും. അതേപോലെ നമുക്ക് തുറക്കാം. 3, 2, 1 ഗോ. ലോട്ട് കിട്ടിയിട്ടുണ്ട്. ദിൽജയ്ക്ക് ബിങ്കോയാ കിട്ടിയേക്കുന്നേ. എനിക്ക് ഡയറി മിൽക്ക്. ഫസ്റ്റ് റൗണ്ട് തന്നെ എനിക്ക് നല്ല മധുരത്തോട് കൂടി തുടങ്ങാം. ഞാൻ വിചാരിച്ചാൽ പോയിന്റ് ആയിരിക്കും, പക്ഷെ ഇതിനകത്ത് എന്താ, അതവിടെ ഇരിക്കട്ടെ. രണ്ടും മാറ്റാ. അപ്പൊ എന്റെ ഡയറി മിൽക്ക് തരൂ. എന്റെ ലേസ് തരൂ. എനിക്ക് എനിക്ക് ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൗണ്ടിൽ തന്നെ ഡയറി മിൽക്ക് ആണ് കിട്ടിയത്. ദിൽജ അവിടെ തിന്ന് തീരാറായി. ഞാൻ ചലഞ്ച് കഴിഞ്ഞിട്ട് തിന്നാണ്. ഇവിടെ ഒരാളെ ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു. കുറച്ചുള്ളൂ. ഇതിനകത്ത് 2 ലോട്ടുണ്ട്. നമുക്ക് അമ്മക്ക് തിരിച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഫസ്റ്റ് റൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പോയിന്റ് കിട്ടിയില്ലെന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കണ്ണടച്ചിരിക്കാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ അടുത്ത കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ട് എനിക്ക് നല്ല റൗണ്ട് ആയിരുന്നു ഗൈസ്. ഇന്ത്യക്ക് നല്ല റൗണ്ട് ആയിരുന്നു എനിക്ക് തോന്നുന്നു. ലേസിന്റെ റൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കാം. തുറന്നോളൂ.
അപ്പൊ ചേച്ചി ആരുടെ അടുത്തല്ലേ എന്നെ അടിച്ചില്ല. സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അല്ല ചേച്ചി എന്നാ നീ കേറി. ചെയ്യാനോ ഞാൻ ഇതാണ് കേസ് എടുക്കുന്നത്. എന്താണ് നോക്കൂ. ഇത് ദിൽജ ഞാൻ കണ്ടു. ദിൽജയാണ് കേസ്. അപ്പൊ ഞാൻ തന്നെ സെലക്ട് ദിൽജ സെലക്ട്. എനിക്ക് നല്ല സെലക്ട് ചെയ്ത് തരണം കേട്ടോ. ഞാനിത് ദിൽജ വലുത്. ചേച്ചിക്ക് ഞാൻ ഇതും സെലക്ട് ചെയ്യുന്നു. രണ്ട് ദിൽജ എനിക്ക് ഇതാണ് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. നല്ലതാണ് ഞാൻ പ്രതീക്ഷിച്ച് തുറക്കുന്നു. തുറന്നോ ഡേറ്റ് വന്നു കിട്ടിയിട്ടുണ്ട്. നീ തുറന്നേ. 1 പോയിന്റ്. എന്താ മോഹൻലാലോ എനിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത റൗണ്ടിൽ അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റില്ല. കൈ കൊടുക്കണ്ട, അവിടെ വെച്ചാ മതി. ഞാൻ വായി വെച്ചു. ഞാൻ തിന്നോളാം. താഴെ വെച്ചാ മതി. ബുദ്ധി പോകുന്ന എനിക്ക് അയ്യോ അങ്ങനെ മൊത്തം വേണ്ട, പാവല്ലേ. നിനക്കും കിട്ടൂല. ഇനി പണിഷ്മെന്റ് ഉണ്ടോ? നിനക്കും കിട്ടും. നിനക്ക് കിട്ടൂല. തിന്നെ ഇടേ കുഴപ്പമില്ല. എനിക്ക് വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് റൗണ്ട്. തുപ്പി നെക്സ്റ്റ് റൗണ്ട് തിന്നണം. അത് തിന്നണം. അപ്പൊ ഗൈസ് അടുത്ത റൗണ്ട് കിട്ടും. ഓക്കെ ശരി. നമുക്ക് അടുത്ത റൗണ്ട്. എനിക്ക് റൗണ്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടമായി. ഓക്കെ അപ്പൊ അടുത്ത റൗണ്ടിലുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നിനക്ക് എടുക്കാൻ വേണ്ടിട്ടല്ലേ? വേഗം എടുത്തു. ആടെ പിന്നെയും ദിൽജയാണ് ഇപ്പൊ പൊട്ട് പറഞ്ഞു. ഇപ്പൊ ദിൽജ എനിക്ക് സെലക്ട് മുമ്പത്തെ പോലെ ഉപ്പങ്ങാനും സെലക്ട് ചെയ്ത് തന്നാലേ ഞാൻ അല്ല വേറെ ആക്കൂലോ. ഞാന് ഇത് സെലക്ട് ചെയ്യുന്നു. ശരിക്കും ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. ഫ്രണ്ട്സ് മഴ വരുന്നുണ്ട്. തുറക്കാം. 3, 2, 1 go. ദിൽജയ്ക്ക് മുമ്പ് 1 പോയിന്റ് കിട്ടി. ഇപ്പൊ 3 പോയിന്റ്. അപ്പൊ ഇപ്പൊ 4 പോയിന്റ്. എനിക്ക് പോയിന്റ് ഒന്നും കിട്ടില്ല. എന്നിട്ട് -2 പോയിന്റ്. ഞാൻ ഏത് പോയിന്റ് കുറയ്ക്കാനാ? 2 പോയിന്റ് ദിൽജയ്ക്ക് 4 പോയിന്റ്. ഞാൻ പിന്നെ വെട്ടി. ഇത് ഇങ്ങനെയാണ്. മഴ വരുന്നുണ്ട്. മഴ തൂളുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിന് വേണ്ടി അടുത്ത ഇനി ദിൽജല്ലോട്ട് അടുത്ത റൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നോക്കാം. ഞാനിത് ഞാനാണ് അപ്പൊ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിട്ട് ഇതെടുക്കുന്നു. നിനക്ക് ഞാൻ ഈ കുഞ്ഞു തരും. ഓക്കെ മഴ പെയ്യുന്നുണ്ട്. ഓക്കെ 3, 2, 1 go. 5 പോയിന്റ് ആയി. എനിക്ക് 1 പോയിന്റ് ആണ് എനിക്ക് മൈനസ് പോയി കഴിയുമ്പോ വേണ്ട, ഈ മൈനസ് കുറയ്ക്കണ്ട. അത് പണ്ടത്തെ കഴിഞ്ഞ റൗണ്ട് അല്ലേ. എനിക്ക് 5 പോയിന്റ് ആയി. അപ്പൊ ഗൈസ് ഇനി അടുത്ത റൗണ്ടിന് വേണ്ടി നമുക്ക് ഇനി പോകാം. മഴ വരുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് കണ്ണടച്ചിരുന്നോളൂ. അല്ല നീ ഞാൻ തന്നെയാ. ഓക്കെ ഞാന് ഇത് സെലക്ട് ചെയ്യുന്നു. ചേച്ചിക്കായി കുഞ്ഞു കുഞ്ഞത് ആദ്യം സെലക്ട് ചെയ്യുന്നത്. എനിക്കിത് ദിൽജ കുഞ്ഞു ബോക്സ് ആണ്. ഈ ബോക്സ് മാറ്റിയത് അവസാനം. ഇവൾക്ക് മൊത്തം പോയിന്റ് കിട്ടി. എനിക്ക് 3 പോയിന്റ് കിട്ടി. അപ്പൊ 4 പോയിന്റ്. അപ്പൊ എനിക്ക് 4-ന്ന് 2 കുറയ്ക്കണം. അപ്പൊ 2 പോയിന്റ്. ദിൽജയ്ക്ക് 5 എനിക്ക് ആദ്യം 4 പോയിന്റ് 8 പോയിന്റ് ആയി. 5 3 എത്രയാ കൂട്ടിക്കേ? എനിക്ക് 8 പോയിന്റ്. 2 പോയിന്റ്. ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആണ്. അപ്പൊ
അപ്പൊ ഇത് 2 ലോട്ടുണ്ട്. അപ്പൊ 2 ലോട്ടിൽ നമുക്ക് എന്നാ കാര്യം ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇതാണേ ഞാൻ ഇതേ ഞാൻ ഇത് ചേച്ചിക്ക് ഇത് ദിൽജിയാണ് കിട്ടിയത്. നമുക്ക് തുറക്കാം. 3, 2, 1 ഏത്തയിടൽ 10 പ്രാവശ്യം. ഏത്തിയിടലോ ദിൽജയ്ക്ക് മഞ്ച്. ഈ മഞ്ചുമുട്ടായി എല്ലാ വീഡിയോക്കകത്തും ഈ മഞ്ചുമുട്ടായിക്ക് വേണ്ടിയിട്ട് ദിൽഷ എപ്പോഴും ഈ മഞ്ചുമുട്ടായി തിന്നാൻ വേണ്ടി കൊതിക്കുന്നതായിരുന്നു. ഈ റൗണ്ടിലെല്ലാം മഞ്ചുമുട്ടായി തിന്നാൻ പറ്റി. ചേച്ചി എന്തത് എനിക്ക് ഏത്തിയിടണം. 10 പ്രാവശ്യം എത്തിയിട്ടുള്ളൂ. ഏത്തെന്തത് ആ ഞാനിങ്ങനെ തിന്നോണ്ടേയിരിക്കാം കാണാ തന്നെ എണ്ണണേ 1, 5, 6, 10. അല്ല അല്ല അത് പറ്റൂല 1 2 5 3 6 7 8 10 11 3 4 5 10 അയ്യോ. അപ്പൊ ഗൈസ് ഏത്തിയിടലൊക്കെ എന്തിനാണ്? എനിക്ക് സത്യം പറഞ്ഞ ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എനിക്ക് പണിഷ്മെന്റ് എനിക്ക് വല്ലാണ്ട് പണിഷ്മെന്റ് കിട്ടിയില്ല. ദിൽജയ്ക്ക് എത്ര പോയിന്റ് കിട്ടി? ദിൽജയ്ക്ക് എത്ര പോയിന്റ് കിട്ടി? 8. അപ്പൊ ഈ കളി ഞാൻ വിന്നണം. ആര് പറഞ്ഞു? ചേച്ചിക്ക് എത്ര പോയിന്റ് കിട്ടി? ചേച്ചിക്ക് 2 പോയിന്റ്, ദിൽജയ്ക്ക് 8 പോയിന്റ്. അപ്പോൾ ഈ കളിയിലെ വിന്നർ ദിൽജയ്ക്ക് ഞാൻ സമ്മാനമായിട്ട് എന്നെ തരുന്നറിയോ? തെൻമിഠായി. വേണ്ട. ഞാനാ തെൻമിഠായി എനിക്ക് 8 പോയിന്റാ. എനിക്ക് 2 പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് തേൻമുട്ടായി തന്നേക്കാം. തേൻമുട്ടയാണ് ഒന്നും പാവം ചേച്ചി കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടിച്ചോടിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ